നമസ്കാരം. ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അല്പം ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനാണ്. നമ്മളാരും കരുതാത്ത രീതിയിലാണ് ഓരോരുത്തർ ബുദ്ധി കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈ കഥ മുമ്പൊരു പഴയ വടക്കേ ഇന്ത്യയിൽ നടന്ന ഒരു കഥയായിട്ടാണ്. ഒരു വൃദ്ധൻ, അയാളുടെ മകൻ ജയിലിൽ കിടക്കുകയാണ്. അയാൾക്കൊരു കത്തെഴുതി, മോനെ, ഇപ്രാവശ്യം കാലാവസ്ഥ വളരെ കുഴപ്പത്തിലാണ്, മഴ പെയ്തിട്ട് മാസങ്ങളായി, അതുകൊണ്ട് കിളയ്ക്കാനൊന്നും പറ്റുന്നില്ല, തറ നല്ല കട്ടി പിടിച്ച് കിടക്കുകയാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ ജയിലിലായതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കിളയ്ക്കാനൊന്നും ആരുമില്ല, അച്ഛനും വയസ്സായി, അതുകൊണ്ട് ഇനി മഴ പെയ്തിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എന്തായാലും നിൻ്റെ കേസ് നീ തീരുന്നിടം വരെ ഞാൻ സഹിക്കാം, അതുകൊണ്ട് വേറെ മാർഗമൊന്നുമില്ല, നീ കടം വാങ്ങിച്ചൊന്നും ഇവിടെ കിളപ്പിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടും നമുക്കില്ല, അതുകൊണ്ട് മോനെ വരുന്നിടം വരെ നമുക്കിത് കൃഷിയൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കടം വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാര്യങ്ങൾ നടത്താം. അങ്ങനെ ഇദ്ദേഹം ഒരു കത്ത് മകനെ എഴുതി. മകൻ അവിടെ ചെന്ന് മകൻ്റെ ജയിലിൽ അവിടെ ചെന്നു. മകനെ അത് കത്ത് വായിച്ചു. അവന് വളരെ വിഷമം തോന്നി. അവൻ ജയിലിൽ കിടക്കുകയാണ്, കൃഷി നടക്കത്തില്ല, ശക്തമായ വരൾച്ച, മഴ പെയ്തിട്ട് എത്രയോ മാസങ്ങളായി, അപ്പം വീടും കുടുംബട്ടിണിയാകുമെന്ന് അവനറിയാം. അവിടെ ആകപ്പാടെ കരുത്തുള്ളൊരുത്തനാണ്. അവനൊരു കേസ് ഇവിടെ ജയിലുമായി. അവൻ പെട്ടെന്നൊരു കത്തെഴുതി, അച്ഛന് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട, ആരെക്കൊണ്ട് കിളപ്പിക്കുകയും ചെയ്യരുത്, തൽക്കാലം ഞാൻ വന്നിട്ട് ചെയ്താൽ മതി, കാരണം ഞാൻ മോഷ്ടിച്ച മുതലെല്ലാം ഞാൻ അവിടെ കുഴിച്ചിട്ടിരിക്കുക, അത് വന്ന് ആരെങ്കിലും കിളച്ച് കണ്ടുപിടിച്ചാൽ അത് നമുക്കത് നഷ്ടം വരും, ആയതുകൊണ്ട് ആ മുതൽ ഞാൻ വന്നിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കിളച്ചാൽ മതി, അപ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, നമുക്ക് കാശ് കിട്ടും, നമുക്കത് ചെയ്യാം. അപ്പോൾ അത് കത്തെഴുതി, സ്വാഭാവികമായിട്ടും ജയിലിൽ നിന്ന് കത്തെഴുതി കഴിഞ്ഞാൽ അവിടെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, അവിടെ കൊടുക്കണം. അവരത് വായിച്ചു നോക്കി ബോധ്യപ്പെട്ടിട്ടാണ് അവർ അയക്കുന്നത്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം മൂപ്പലാൻ നാട്ടിൽ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോലീസ് അവിടെ വരുന്നു, ആളുകൾ ട്രാക്ടറോ കേട്ടൻ്റെ പുറകെ വരുന്നു, അവിടെ മൊത്തം ഉഴുതും കിളച്ച് മറിക്കുകയാണ് ഈ തൊണ്ടി മുതലെടുക്കാൻ വേണ്ടി. അങ്ങനെ അവന് ആ മൂപ്പലാൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താണ് ഈ സംഭവിക്കുന്നത്, ഈ വണ്ടി കൊണ്ടുവന്ന് ഇത്രയും കിളച്ച് മറിക്കുന്നു, ഓരോ മൂലയും മൊത്തം ആ പുരയുടെ മൊത്തം കിളച്ച് മറിച്ച് അവർ മാക്സിമം നോക്കി, ഹാൻഡ് ഓവറിലും അല്ലാതും ഒക്കെ കിളച്ച് മറിച്ച് ഒന്നും കിട്ടിയില്ല അവർക്ക്. പിന്നെ അവരെല്ലാം നിരാശയായിട്ട് പോലീസുകാരൻ പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം മകൻ എഴുതി, മോനെ, ഇനി മഴ പെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ലപോലെ കിളച്ച് മറിച്ച് പോലീസുകാർ, അതുകൊണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റി, നമ്മൾ കൃഷി ചെയ്യാം, അതൊരു ഭാഗ്യമായി, പോലീസുകാരന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അവരിവിടെ വന്ന് കിളച്ച് മറിച്ചിട്ട് പോകുന്നു, നീ വല്ലതും പറഞ്ഞായിരുന്നോ അവരോട്, അവർ വന്ന് കിളച്ച് മറിച്ച്. അപ്പം അവനൊരു മറുപടി എഴുതി, അച്ഛാ, എനിക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. യഥാർത്ഥത്തിൽ അവൻ മനഃപൂർവ്വമാണ് അവിടെ ഒരു സ്വർണം കുഴിച്ചിട്ട വിവരം പോലീസുകാർ അറിയട്ടെ എന്ന് വിചാരിച്ച് ആ കത്തിലൂടെ എഴുതി കൊടുത്തത്. അപ്പം സ്വാഭാവികമാണ് പോലീസ് സൂപ്രണ്ട് അത് വായിച്ചു നോക്കുമ്പം അവർക്ക് ഒരു സ്വർണം കിട്ടുമല്ലോ ഇത്രയും നിധി, കാരണം മോഷ്ടിച്ച മുതലല്ലേ, അത് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ അവിടെ വന്ന് ഈ സാഹസം കാണിച്ചത്. അപ്പോൾ അവൻ്റെ ബുദ്ധി ഒന്ന് ആലോചിച്ച് നോക്ക്, ജയിലിൽ കിടന്നിട്ട് പോലും അവൻ ഈ ബുദ്ധിയിലൂടെ അവൻ്റെ വീട്ടിലെ പുരയിടങ്ങൾ മൊത്തം ഉഴുതുമറിക്കുകയാണ് ചെയ്തത്. അതാണ് ഒരു വലിയ ബുദ്ധിമാൻ്റെ കഥ. ഓക്കെ, നന്ദി, നമസ്കാരം.